ഹലോ, നമസ്കാരം. അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നല്ല നാടൻ ഉച്ചയൂണിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചു. അപ്പം ഇന്ന് ഇഡ്ഡലിയും വെള്ളച്ചട്നി ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റിനായിട്ട്. അപ്പം അതൊക്കെ ഉണ്ടാക്കി വെച്ച് പിന്നെ നമ്മളിത് നടക്കാൻ പോകാനൊന്ന് നോക്കിയപ്പോൾ അത് പുറത്തെ സ്ഥിതി ഇതായിരുന്നു കേട്ടോ. അപ്പം ഒട്ടും കാണാനൊന്നും പറ്റാത്ത രീതിയിൽ ഇങ്ങനെ നിറച്ച് മഞ്ഞ് മൂടിക്കെടുക്കായിരുന്നു കേട്ടോ. കാണാൻ നല്ല ഭംഗിയല്ലേ ഇങ്ങനെ കാണാനായിട്ട്. അപ്പോൾ ഒരു 9 മണി 9:30 വരെയൊക്കെ ഏകദേശം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഇങ്ങനെ മഞ്ഞ്. പിന്നെയാണ് കുറച്ച് വെയിൽ വന്നു തുടങ്ങിയത് കേട്ടോ. അപ്പോൾ അതേ ചെടികളിലൊക്കെ ഇങ്ങനെ വെള്ളം ഒറ്റ വീഴുന്നത് അല്ലേ, നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. അപ്പോൾ അതേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണത്. ഇഡ്ഡലിയും വെള്ളച്ചട്നിയൊക്കെയും ഉണ്ടാക്കി വെച്ചു. പിന്നെ അതുപോലെ ചോറിന് ഞാൻ വെള്ളമൊക്കെ ഇട്ട് അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതേ കുറച്ച് വയ്യാകി ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് ദിവസമായി 2-3 ദിവസമായി ഞാൻ അടുക്കളയിലൊന്ന് ശരിക്കും കയറിയിട്ട് കേട്ടോ. അപ്പം എന്തെങ്കിലും കഞ്ഞിയ ചെറിയ ഉപ്പേരി എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കുന്നു മാത്രം. അപ്പം ഇന്ന് വിചാരിച്ചപ്പോൾ ഇന്ന് ഇത്തിരി കുറവുണ്ട്. അപ്പം ഇന്ന് എന്തായാലും കറികളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതേ ആദ്യം മോന് ചെറിയ ആള് മുതിരപ്പേരിയാണ് കഴിക്കുക. അവൻ വേറെ മീൻ അങ്ങനെ കഴിക്കൊന്നുമില്ല. അപ്പോൾ അതുപോലെ തന്നെ ഒഴിച്ചുകറിയും കഴിക്കാൻ കുറച്ച് മടിയാണ്. അപ്പോൾ ഞാൻ അവനുള്ള മുതിര കുറച്ചെടുത്ത് അതൊന്ന് നന്നായിട്ട് കല്ലൊക്കെ ഒന്ന് കളഞ്ഞ് ഇത് കഴുകി ഇതേ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേ കുറച്ച് ചേമ്പ് ഇരിപ്പുണ്ട്. അപ്പം മാർക്കറ്റിൽ പോയി വരുമ്പോൾ കുറേ അധികം പച്ചക്കറി മേടിച്ചിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതേ ചേമ്പും കപ്പയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ചേമ്പ് എടുത്തുനിന്ന് കുറച്ച് മോരൊഴിച്ചിട്ട് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ മീൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ചേമ്പൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് കുറച്ച് നേരം കുറച്ച് ഉപ്പ് ഇട്ടിട്ടൊന്ന് കഴുകിയെടുത്ത് അപ്പോൾ അതിൻ്റെ അഴുക്ക് ചേമ്പും കൊള്ളിയും ഒക്കെ അങ്ങനെ തന്നെ ഒന്ന് കുറച്ച് നേരം ഉപ്പും വെള്ളത്തിലിട്ട് വെച്ച് അതൊന്ന് നന്നായി കഴുകിയെടുത്ത് നല്ല വൃത്തിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതേ ചേമ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. എന്നിട്ട് ഇതേ അപ്പോഴേക്കും നമ്മുടെ മുതിര ഒന്ന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുതിര അങ്ങോട്ട് മാറ്റി വെച്ച് ഇതേ ചേമ്പ് കറി വയ്ക്കാനായിട്ട് ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത ചേമ്പ് ഇട്ട് ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും വെള്ളമൊഴിച്ച് അതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ. അപ്പം താഴെയുള്ള ആളാണെങ്കിൽ ഒരുവിധം കറികളും കഴിക്കില്ല. അപ്പം അവന് പറ്റണത് എന്തെങ്കിലും ഒരു ഉപ്പേരി ഉണ്ടാക്കണം. അപ്പം എന്ത് ഉപ്പേരി ഉണ്ടാക്കിയാലും അവന് സ്പെഷ്യലായിട്ട് ഒന്ന് മുതിരപ്പേരിയോ അല്ലെങ്കിൽ കൂർക്കുപ്പേരിയോ അല്ലെങ്കിൽ ബീറ്റ്റൂട്ട് ഉപ്പേരി അങ്ങനെയൊക്കെ കഴിക്കുക. അപ്പം എന്തെങ്കിലും കുറച്ച് അവനായിട്ട് ഉണ്ടാക്കും. പിന്നെ ഇതേ നമ്മളിത് ചേമ്പ് കറിക്കുള്ള ചേമ്പൊക്കെ ഇട്ട് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും അതിൻ്റെ ഒപ്പത്തിനായിട്ട് വെള്ളം ഒഴിച്ച് ഇത് നമ്മൾ വേവിക്കാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോഴേക്കും ചോറും വെന്തു. അപ്പം അതൊന്ന് ഊറ്റി വെച്ചിട്ട് അപ്പം അതിൻ്റെ ഇടയിൽ മീൻ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഒന്ന് ഐസ് വിടാനായിട്ട് കേട്ടോ. അപ്പം തണുപ്പൊന്ന് മാറി വരുമ്പോഴേക്കും ചോറൊക്കെ ഒന്ന് ഊറ്റി വയ്ക്കാമല്ലോ. അപ്പം ചോറ് ഊറ്റാനായിട്ട് വെച്ചിട്ട് ഞാൻ അതിൻ്റെ ഇടയിൽ വേറെ പണികൾക്കൊക്കെ പോകട്ടോ. ചെടികൾക്ക് വെള്ളമൊഴിക്കാനും അങ്ങനെയുള്ള പണികൾക്കൊക്കെ ചെയ്യും. അപ്പം 2-3 ദിവസമായിട്ട് പുറത്തുള്ള പണികളും അകത്തെ ക്ലീൻ ചെയ്യലും ഒക്കെ മക്കളും ചേട്ടനൊക്കെ കൂടിയിട്ടാണ് ചെയ്യാറ്. ചേട്ടൻ അങ്ങനെ അടുക്കളയിൽ അങ്ങനെ കറികളൊന്നും വെക്കാൻ അങ്ങനെ അറിയില്ലെങ്കിലും ബാക്കിയുള്ള തുണി കഴുകാനിടലും അത് വിരിച്ചിടലും ഒക്കെ ചെയ്യും കേട്ടോ. അപ്പം നമുക്ക് ഒരുപാട് സഹായമാണ് അതൊക്കെ ചെയ്യുമ്പോൾ. അപ്പം അതേ ചേമ്പൊക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ അതിൻ്റെ ഇടയിൽ കുറച്ച് മീൻ ഇരിപ്പുണ്ടായിരുന്നു, ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല കുഞ്ഞൻ ചാളയായിരുന്നു കേട്ടോ. അപ്പം ചെറിയ ചാള അപ്പം മാങ്ങിയിട്ട് കറി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം അതൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേ ചട്ടിയിലേക്ക് ചെറിയ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചതച്ചത് ഇട്ടു. പിന്നെ നമ്മൾ നാളികേരം അരച്ചെടുത്തു. അപ്പം നാളികേരം അരച്ച് മാങ്ങിയിട്ട് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. നാളികേരവും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും 2 ചെറിയുള്ളിയും കൂടി നന്നായി അരച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു, അരപ്പൊഴിച്ചു കൊടുത്ത് പിന്നെ പുളിക്ക് ആവശ്യമുള്ള മാങ്ങയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടു, കുറച്ച് കറിവേപ്പില അതിൻ്റെ മേലേക്ക് ഇട്ടു. അവിടെ ഇരുന്നതൊന്ന് തിളച്ച് വന്നപ്പോൾ നമുക്ക് മീനിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം അതൊന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് നാളികേരം
ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പം ചേമ്പിലേക്കുള്ള നാളികേരം അപ്പോൾ ഏകദേശം അരമുറിയോളം നാളികേരം ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ ചേമ്പ് ഒരുവിധം വെന്ത് വന്നുള്ളതാണ്. അപ്പം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. ഇനി നമുക്ക് മീൻകറി ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ക്ലീൻ ചെയ്തെടുത്ത മീൻ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മാറ്റി വെച്ചിട്ട് പിന്നെ ചേമ്പ് കറി റെഡിയാക്കാം. അപ്പോഴേക്കും നാളികേരം കൂടി ഒന്ന് അരച്ചെടുക്കണ്ടേ കേട്ടോ. അപ്പോൾ അതേ മീൻകറി നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇതേ ക്ലീൻ ചെയ്തെടുത്ത മീൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ മീനൊക്കെ ഇട്ട് കൊടുത്തു. ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി അത് അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി നമുക്ക് ചേമ്പ് കറി റെഡിയാക്കാം കേട്ടോ. ഇപ്പം ചേമ്പ് കറിയിലേക്കുള്ള നാളികേരമൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചേമ്പ് വെന്ത് വന്നപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് പുളിക്ക് ആവശ്യമുള്ള മോര് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മോര് ഒഴിച്ചുള്ള ചേമ്പ് കറിയാണ് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള മോര് ഒഴിച്ചു കൊടുത്തു. ഒന്ന് തിള വരുമ്പോഴേക്കും നാളികേര അരച്ചത് കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പം മോര് ഒഴിച്ചു കൊടുത്ത് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ഇതേ നല്ലോണം ചേമ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തിള വരുന്നിട്ട് മുമ്പായിട്ട് നമ്മൾ നാളികേരം അരച്ചതും കൂടി ഒഴിച്ചു കൊടുത്തു. ഇതിലേക്ക് വേറെ നാളികേരത്തിൽ കൂടെ വേറെ ഒന്നും കുരുമുളക വെളുത്തുള്ളിയോ ഒന്നും അരച്ചെടുക്കില്ല കേട്ടോ. ഇത് നാളികേരം മാത്രം 2 പച്ചമുളകൊന്ന് കൂട്ടി അരച്ചെടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ നാളികേരം അരച്ചൊഴിച്ച് ഒന്ന് തിളച്ച് വന്നതോടുകൂടി നമ്മളിതേ കടുകും ഉലുവയും വറ്റൽമുളകും കറിവേപ്പിലയും മൂപ്പിച്ച് ഇതേ താളിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല ഒരു ഒഴിച്ചുകറിയാണ് ചേമ്പ് ഒഴിച്ചുകറി, ചേമ്പ് മോരൊഴിച്ചിട്ടുള്ള ഒഴിച്ചുകറി. അപ്പോൾ ചെറിയൊരു പുളിയൊക്കെ ആയിട്ട് നല്ലതാണ് കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അത് അങ്ങോട്ട് മാറ്റി വെച്ചു. പിന്നെ അതേ നമ്മൾ മുതിര വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കാച്ചിയെടുക്കണം. അപ്പോൾ ചീഞ്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയുള്ളി ചതച്ചതും പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയിട്ട് അത് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ തീ കുറച്ച് വെച്ച് ഉള്ളി ഒന്ന് മൂക്കുമ്പോഴേക്കും അതിൻ്റെ ഇടയിൽ വേറെ എന്തെങ്കിലും പടിക്കൊക്കെ പോകും കേട്ടോ. അപ്പോൾ അത് ചെറിയുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതേ അതിലേക്ക് മുളക് പൊടിയാണ് ചേർത്തത്. അപ്പോൾ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഇട്ടു. പിന്നെ അതൊന്ന് 2 സെക്കൻഡ് ഒന്നൊന്ന് മൂപ്പിച്ചതിന് ശേഷം പിന്നെ കുറച്ച് നാളികേരം കൂടി ഇട്ട് അത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മുതിരയിലൊക്കെ നാളികേരം കുറച്ച് നേരം നല്ലോണം മൂപ്പിച്ച് ഒന്ന് കാച്ചിയെടുക്കണമെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാനായിട്ട്. അപ്പോൾ ചിലയിടത്തൊന്നും മുതിരയിൽ കടലയിലൊന്നും അങ്ങനെ നാളികേരമൊന്നും ചേർക്കാറില്ലാന്ന് തോന്നുന്നു അല്ലേ. അങ്ങനെ വെറുതെ കുത്തിക്കാച്ചാൻ ചെയ്യാറ്. അപ്പോൾ ഞങ്ങൾ പൊതുവെ കുറച്ച് നാളികേരം നന്നായിട്ട് ഇട്ടിട്ടാണ് കാച്ചിയെടുക്കാറ്. മുതിരയിലും കടലയിലും ഒക്കെ ഇട്ടാ പരിപ്പ് ഉലർത്തണയിലൊക്കെ. അപ്പോൾ ഇത് നമ്മുടെ നാളികേരമൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണേ. ഇത് നമ്മളിത് വേവിച്ച് വെച്ചുള്ള ഉപ്പിട്ട് വേവിച്ചെടുത്തുള്ള മുതിരയാണ് കേട്ടോ. അപ്പം അത് കൂടി ഇതിലേക്ക് ഇട്ട് 1-2 മിനിറ്റ് ഇതൊന്ന് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ മുതിരയിൽ എരിവും ഒക്കെ ഉപ്പൊക്കെ പിടിച്ച് നല്ല ഇതായിട്ട് വരും, ഒന്ന് ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ ചെറുതായൊരു വെള്ളമുണ്ട് കുറച്ച് മാത്രം. അപ്പം അതൊന്ന് ഡ്രൈ ആയി വരുന്നവരെ ഒന്ന് ഇതിലേക്കിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ മുതിര ഒട്ടും വെള്ളമില്ലാണ്ട് കാച്ചിയെടുക്കുകയാണ് കൂടുതലും നല്ലത്. ഇന്നിപ്പോൾ ഇച്ചിരി ഒരു വെള്ളം ഉണ്ട്, ഒരു ചെറിയൊരു കയ്യിലൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. 1 സ്പൂണോ 2 സ്പൂണോ ഒക്കെ അത്ര കുറവുള്ളൂ. എന്നാൽ അതൊന്ന് ഡ്രൈ ആക്കി എടുത്തെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കഴിക്കാനായിട്ട്. അപ്പോൾ അതേ മുതിരയിട്ട് ഇനി അതൊന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. ഇപ്പോൾ തീ ഇച്ചിരി ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി ഒന്ന് നല്ലോണം ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം.
നമ്മുടെ മുതിരപ്പേരും റെഡിയായി. അതുപോലെ തന്നെ ഒഴിച്ചുകറിയായിട്ടുള്ള ചേമ്പ് മോരുകറിയും റെഡിയായി. മീൻകറി ഏകദേശം റെഡിയായി വന്നു കേട്ടോ. പിന്നെ ഇതൊന്ന് കാച്ചിയെടുത്താൽ മതിയാവും. അപ്പം ഞാൻ അപ്പുറത്ത് ചെറിയുള്ളിയും കറിവേപ്പിലയും വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ മീൻകറിയിലേക്ക് ഒഴിച്ച് അതൊന്ന് കാച്ചിയെടുക്കണം കേട്ടോ. അപ്പം നല്ല കുഞ്ഞൻ മത്തി, ചാള, ഞങ്ങൾ ചാള എന്നാണ് പറയാ. അപ്പം കുഞ്ഞമ്പത്തി നാളികേരമൊക്കെ അരച്ച് മാങ്ങിയിട്ട് അതും കറി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കുറച്ച് ചാള ഞാനൊന്ന് വറക്കാനായിട്ട് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. മസാല എന്ന് വെച്ചാൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കുറച്ച് ചെറുനാരങ്ങ നീരും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തുള്ളതാണ്. വേറെ അധികം മസാലകളൊന്നുമില്ല കേട്ടോ. അപ്പം അതൊന്ന് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് നമ്മൾ പാനിലേക്കിട്ട് അതും കൂടി ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പം നല്ല നാടൻ ഉച്ചയൂണൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിക്കണത്. ഇതിപ്പോൾ മോനാണ് കഴിക്കണത് കേട്ടോ. അപ്പോൾ അവന് ഞാൻ മീൻ കൂട്ടാറില്ല. അപ്പോൾ അവനുള്ള ചോറാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ചോറ് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് മുതിരപ്പേരി ഉണ്ട്, കുറച്ച് ഇഞ്ചിപ്പുളിയുണ്ട്, കുഞ്ഞൻ മത്തി വറുത്തതുണ്ട്, നമ്മുടെ ഒഴിച്ചുകറിയായുള്ള ചേമ്പ് മോരുകറി ഉണ്ട്, പിന്നെ ചാളക്കറി ഉണ്ട് കേട്ടോ, മത്തിക്കറി ഉണ്ട്, നല്ല നാളികേരമൊക്കെ അരച്ച് മാങ്ങയൊക്കെ ഇട്ട് വെച്ചുള്ള നല്ല കുഞ്ഞൻ മത്തിക്കറി ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണ് കറികൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരും വരെ ബൈ.